പ്രഭാഷകൻ 47 അധ്യായം. ദാവീദ്. അവനുശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാനബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതായ കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലത്തുകരം ശക്തമാക്കി. 10,000-ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തുവിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചുമാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചു. അവൻ പൂർണ്ണഹൃദയത്തോടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായകസംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധനാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിനു മുമ്പുതന്നെ വിശുദ്ധസ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവൻ രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. സോളമൻ. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവൻ ഒരു ആലയം നിർമ്മിച്ചു. എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധസ്ഥലം ഒരുക്കി. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു! നിന്റെ വിജ്ഞാനം നദിപോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ടു നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിൽ എത്തി. സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ മലിനമാക്കി. അവരെ ക്രോധത്തിന് ഇരയാക്കി. നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രായിമിൽ നിന്ന് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നു. കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചുമാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു. റഹോബോവാം, ജെറോബോവാം. സോളമൻ പിതാക്കന്മാരോട് ചേർന്നു. അവന്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു. വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തവനും ആയ റഹോബോവാമിന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി. നെബാത്തിന്റെ പുത്രൻ ജെറോബോവാമും ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു. എഫ്രായിമിനെ പാപമാർഗത്തിൽ നടത്തി. സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി. തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു.